കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ കല്ലറ തുറന്നുള്ള പരിശോധനയിൽ 2 മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. മൂന്നാമത് മൃതദേഹത്തിന്റെ സൂചനകളില്ല. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട് കണ്ണൂരിൽ. സന്തോഷ്, ഏതായാലും ഇനി ദുരൂഹതകൾ ഒഴിയുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും മൂന്നാമതൊരു മൃതദേഹം ഉണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു, പക്ഷേ അങ്ങനെ ഒരു സൂചനകളില്ല. എന്താണ് ഈ കല്ലറ തുറന്നതിൽ നിന്ന് മനസ്സിലായത്? ഈ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചിട്ടുണ്ടോ? സിജു, കല്ലറ നടത്തി പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇതിൽ 3 മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ളതായിരുന്നു പ്രധാനമായ സംശയം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കല്ലറ തുറന്ന് പരിശോധന നടത്തിയത്. എന്നാൽ 3 മൃതദേഹങ്ങളില്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 മൃതദേഹങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ നേരത്തെ തന്നെ പള്ളി രേഖകളിലുള്ള 2 മൃതദേഹങ്ങൾ തന്നെയാണ്. 2006-ൽ സംസ്കരിച്ച മറിയം എന്നവരുടെ മൃതദേഹവും 2015-ൽ സംസ്കരിച്ച ജെയിംസ് എന്നയാളുടെ മൃതദേഹവുമാണ് ആ കല്ലറയിൽ അടക്കം ചെയ്തിരുന്നത്. അതിനൊപ്പം ഒരു പായയിൽ പൊതിഞ്ഞ നിലയിൽ ഒരു വസ്തു കണ്ടെത്തിയതായിരുന്നു ദുരൂഹതയ്ക്ക് ഇടയാക്കിയത്. സാധാരണ ക്രിസ്ത്യൻ ആചാരപ്രകാരം ഈ പായയിൽ പൊതിഞ്ഞ് സംസ്കരിക്കാറില്ല എന്നുള്ള വിവരത്തെ തുടർന്നാണ് അത് ഒരു ദുരൂഹത നിലനിന്നത്. പക്ഷേ ഇപ്പോൾ പരിശോധനയിൽ കണ്ടെത്തിയത് ഈ പായ മൃതദേഹത്തിന് മുകളിലായി വച്ച നിലയിലാണ് ഉണ്ടായിരുന്നത്. പായയിൽ പൊതിഞ്ഞ നിലയിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസിന് മനസ്സിലായിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും ഈ പോലീസും ഫോറൻസിക് സംഘവും അതോടൊപ്പം തന്നെ പോലീസ് സർജനും ഉൾപ്പെടെയുള്ള തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ അകത്ത് പരിശോധന തുടരുക തന്നെയാണ്. പുറത്തിറങ്ങി ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ അവിടെയുള്ള ആളുകളിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ 2 മൃതദേഹങ്ങൾ മാത്രമേ ഉള്ളൂ. മൂന്നാമത് മൃതദേഹത്തിൻ്റെ സൂചനയില്ല. അതുകൊണ്ട് ദുരൂഹതയില്ല എന്നുള്ള ഒരു വിവരം ഈ ഘട്ടത്തിൽ പങ്കുവെക്കാൻ കഴിയുന്നത്. സിജു, ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കണ്ണൂരിലെ ദുരൂഹമായ കല്ലറ ഇപ്പോൾ തുറന്നിരിക്കുന്നു. മൂന്നാമത്തെ ഒരു മൃതദേഹം അവിടെ ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.